സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിലുള്ളത്. നേരത്തെ നമ്മുടെ വിവിധ സ്ഥലങ്ങളിലുള്ള റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. എറണാകുളം, ഇടുക്കി, പാലക്കാട്, തൃശൂർ, മലപ്പുറം ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. അതേസമയം തെക്കൻ കേരളത്തിലേക്ക് കാര്യമായിട്ടുള്ള മഴയില്ല. കാരണം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. പക്ഷേ ഒറ്റപ്പെട്ട മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. ഇന്നലെ മുതൽ തിരുവനന്തപുരത്ത് കാര്യമായിട്ടുള്ള മഴയില്ല. ഇപ്പോൾ അന്തരീക്ഷം തെളിഞ്ഞൊരു സാഹചര്യമാണ്. വിവിധ മറ്റ് വടക്കൻ ജില്ലകളിലൊക്കെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ നേരത്തെ നമ്മുടെ വിവിധ റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചിരുന്നു. അതേസമയം വടക്കോട്ട് കാണുന്ന ആ ഒരു മഴ തെക്കൻ കേരളത്തിലേക്കില്ല. പക്ഷേ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അറബിക്കടലിലെ ന്യൂനമർദ്ദ പാത്തിയും വടക്കൻ കേരള തീരം മുതൽ ബംഗാൾ വരെ ഉണ്ടായിരുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ ഫലമായിട്ട് കേരളത്തിൽ മഴ പെയ്തിരുന്നു. അതിന് പുറമെയാണ് ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെയോടുകൂടി പുതിയ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. അതിന്റെ സ്വാധീന ഫലമായിട്ട് വരും ദിവസങ്ങളിലും കേരള തീരത്ത് ശക്തമായിട്ടുള്ള മഴ പെയ്യും. അത് കേരളത്തിൽ മൊത്തത്തിൽ വടക്ക് മാത്രമല്ല മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ പെയ്യുമെന്നുള്ള ഒരു പ്രവചനം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ മഴ പൂർണ്ണമായിട്ട് മാറുകയല്ല, വരും ദിവസങ്ങളിലും മഴ പെയ്യാനുള്ള സാധ്യതയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്നുള്ള മുന്നറിയിപ്പുണ്ട്. കാരണം ഉയർന്ന തിരമാലയ്ക്കും ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്, മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം എന്നുള്ള നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 62 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്നാണ് ഇന്നലെ വരെയുള്ള റവന്യൂ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ 62 ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് 452 കുടുംബങ്ങൾ, 1853 പേർ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. കൂടുതൽ മഴ പെയ്താൽ, ഒരുപക്ഷെ വരും മണിക്കൂറിൽ വടക്കോട്ടുള്ള ജില്ലകളിൽ മഴ പെയ്താൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള ക്രമീകരണങ്ങളും റവന്യൂ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അതാണ് മഴയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ.